ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ ഒന്ന് മാറി ചിന്തിക്കണം തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് പറയുവാണ്. ഈവൻ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും നമ്മൾ പണിക്ക് വരുന്നത് എന്തിനാണ്? സാലറി ഡേ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ്. ആ ഒരു സാലറി കിട്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഓരോ ദിവസവും നമ്മൾ കടന്നു പോണത്. നമ്മുടെ ഒരു ദിവസത്തിൻ്റെ മുക്കാൽ ഭാഗവും നമ്മൾ ചിലവഴിക്കുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടി തന്നെയാണ്. പലർക്കും ഇപ്പോൾ സാലറി ഡേ എന്ന് പറഞ്ഞൊരു ഡേ ഇല്ല, സാലറിയെ കിട്ടുന്നില്ല. നബി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഒരാളുടെ വിയർപ്പ് വറ്റണതിൻ്റെ മുമ്പ് അയാളുടെ കൂലി കൊടുക്കണമെന്ന്. വിയർപ്പ് വറ്റണതിൻ്റെ മുമ്പൊന്നും കൊടുക്കണ്ട. ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുപ്പിച്ചിട്ട് ആ ഒരു മാസത്തിൽ 5-10 ദിവസം ലേറ്റ് ആയിട്ടാണെങ്കിലും അയാളെ കൊണ്ട് പുറകെ നടത്തിക്കാതെ അയാളുടെ പൈസ കൊടുക്കുക എന്നുള്ളത് ഒരാളുടെ സാമാന്യ മര്യാദയാണ്. അതുപോലെ തന്നെ പലർക്കും ഒരു വിചാരമുണ്ട്, പെണ്ണുങ്ങൾ പണിയെടുക്കുന്നത് ചുമ്മാ ടൈം പാസിനോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ബോറടിച്ചിട്ടോ ആണെന്നുണ്ട്. ഒരാണ് ജോലിക്ക് പോണതിനേക്കാളും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് ജോലിക്ക് പോണത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ചതോടും നമ്മുടെ കാര്യങ്ങൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എല്ലാവരും പോണത്. സോ ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും പൈസയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ജോലിക്ക് പോകുന്നത്. ഒരാൾക്ക് ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് അയാളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ആ പൈസക്ക് വേണ്ടി അവരെ പുറകെ നടത്തിക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ മെൻറ്റാലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. ഒരാളുടെയും പൈസ കൊണ്ട് മറ്റൊരാൾക്ക് മേ ബി 2-3 മാസം അയാളുടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടത്തി കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. അതിൽ കൂടുതൽ ഒരിക്കലും ഒരാളുടെ പൈസ കൊണ്ട് മറ്റൊരാൾക്ക് ഒന്നും ആവാൻ പറ്റില്ല.